ഓഫ് റോഡ് പോയപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഒരു കൂട്ടം നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും നമ്മൾ ഓഫ് റോഡ് പോകാറില്ല. ഒറ്റയ്ക്ക് പോകുമ്പോൾ സാറ് പറഞ്ഞ പോലെ അപകട സാധ്യതകൾ ഉണ്ടാവും, നമ്മൾക്ക് ബുദ്ധിമുട്ടാവും. ഞങ്ങൾ എപ്പോൾ പോകുമ്പോൾ ഒരു 20-25 പേര് നമ്മൾ ടീമായിട്ടാ പോകാറുള്ളൂ. 10 പേര് എന്ന മിനിമം ഉണ്ടാവും. ആ പോകുന്ന സമയത്ത് നമ്മൾ സേഫ്റ്റി, ഒരു വണ്ടി കംപ്ലൈന്റ് ആയാൽ അത് കെട്ടി വലിച്ച് കൊണ്ടുവരാനും അതായിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സ് നമ്മളിപ്പോ പോകുന്ന സമയത്ത് റൈഡിംഗ് ഗിയേഴ്സ് എല്ലാം കൊണ്ടുകൊണ്ട് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പേരുടെ സഹായത്തോടു കൂടി കയറ് കെട്ടി വലിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ സാറ് രമേശ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് റിസ്ക് എടുക്കുന്നത്. ഈ റിസ്ക് എടുക്കുന്ന ആളുകള് ഇങ്ങനെയുള്ളത് കൊണ്ടാണ് ഈ നമ്മുടെ പ്രത്യേകിച്ച് എന്നെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഭൂമിയിലുള്ള അന്റാർട്ടിക്ക അതിൽ ലാൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വ്യക്തിപര താല്പര്യമല്ല, അത് ഓരോരുത്തരും വ്യക്തിപര. സാറിന് താല്പര്യമില്ല മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാതെ മറ്റുള്ളവർ പറയാൻ പാടില്ലല്ലോ. ഒന്ന് മൂന്നാക്കട്ടെ, ലെറ്റ് മീ കം. ഞാൻ യാത്ര പോയപ്പോ ആദ്യത്തെ സംഘത്തിന് അവിടുത്തെ എല്ലാ സുരക്ഷതകളും ഉറപ്പുവരുത്തി ഈ സംഘത്തെ കൊണ്ട് ഞങ്ങൾ ലാൻഡ് ചെയ്തു. ആദ്യമായിട്ട് ഇന്ത്യയിലൊരു സംഘം അന്റാർട്ടിക്കയിലേക്ക് ഇറങ്ങി. ഇന്ന് 3-ാം വർഷമായി ഞാൻ ആ റിസ്ക് എടുത്തോണ്ട് ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റുന്നേ. സൊല്യൂഷൻ റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമല്ലേ ചരിത്രത്തിന്റെ എന്തെങ്കിലും ഭാഗമായിട്ട് മാറിയിട്ടുള്ളൂ. അല്ലാതെ കംഫർട്ട് സോൺ നോക്കി വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ എന്താ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇദ്ദേഹം യാത്ര ചെയ്യുന്നു, ഇദ്ദേഹത്തിന്റെ ആ ഒരു പാഷൻ ഫോളോ ചെയ്യുന്നു, ഇദ്ദേഹത്തിന്റെ രീതിയിൽ ഇദ്ദേഹം സക്സസ്ഫുൾ ആണ്. അനുഭവിക്കേണ്ടി വന്നത് അദ്ദേഹം അനുഭവിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റി.